കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത സീനിയർ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. മൂന്നാം വർഷ വിദ്യാർത്ഥികളായ 5 പേരാണ് പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ 3 മാസക്കാലമായി ക്രൂരമായ പീഡനമാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത്. സമാനതകളില്ലാത്ത ക്രൂരതയാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ അരങ്ങേറിയത്. ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ഉപദ്രവിച്ച് പ്രാകൃതമായി പീഡിപ്പിച്ചു. സീനിയർ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറിയായിരുന്നു അക്രമം. പരാതിക്കാരായ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിക്കുള്ളിൽ കട്ടിലിൽ കിടത്തി കൈയും കാലും കെട്ടിയിട്ട് ശരീരത്തെ കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു. മുറിവിൽ നിന്നും ചോര വരുന്ന അവിടെ ബോഡി ലോഷനും ക്രീമുകളും തേച്ചു. വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗത്ത് ഡംബലുകൾ തൂക്കിയിട്ട് ഉപദ്രവിച്ചു. രക്ഷിതാക്കളാണ് പീഡന വിവരം പ്രിൻസിപ്പലിനെ അറിയിച്ചത്. ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുണ്ട്. കമ്മിറ്റിയുടെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്. സ്ക്വാഡ്, ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് കോളേജിലുണ്ട്. ഹോസ്റ്റലിൽ നിരന്തരം ഇൻസ്പെക്ഷൻ നടത്തുകയും അതിൻ്റെ മീൻസ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമാണ്. കുട്ടികൾ പക്ഷേ യാതൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും കോളേജിൽ ക്ലാസ്സുകളാണ് നടക്കുന്നത്. ക്ലാസ് റൂം ഈ പ്രിൻസിപ്പൽ റൂമിനും ഓഫീസ് റൂമിനും തൊട്ടടുത്തുള്ള ക്ലാസ് റൂമാണ് നമ്മൾ അവർക്ക് വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒന്നാം നിലയിൽ ഒന്നാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ക്ലാസ് റൂം മാത്രമാണ് ഉള്ളത്. അതൊരു റാഗിങ് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയുള്ള മെഷറായിട്ടാണ് ക്ലാസ് റൂം അങ്ങനെ എടുത്തത്. 6 വിദ്യാർത്ഥികളാണ് അതിക്രമത്തിന് ഇരയായത്. സംഭവത്തിൽ കോട്ടയം മൂന്നലവ് സ്വദേശി സാമുവൽ, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽജിത്ത്, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, കോട്ടയം കോരുത്തോട് സ്വദേശി വിവേക് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ ഫോണിൽ നിന്ന് ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും കണ്ടെടുത്തു. പ്രതികൾക്കെതിരെ റാഗിംഗ് നിരോധന നിയമപ്രകാരമാണ് കേസ്. കൈരളി ന്യൂസ്, കോട്ടയം.